ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ടൗൺ വരെ പോവാണ്. ചെറിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട്. ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. നാളെ ഞങ്ങൾക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് എടുക്കണ്ടെന്ന് വെച്ചായിരുന്നു, പിന്നെ വിചാരിച്ചു എടുക്കാം എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാൻ, ശരത്തേട്ടൻ, ഹരിത്തേട്ടൻ, അദ്രി, പിന്നെ ഞങ്ങളുടെ സ്വന്തം വിബിയേട്ടൻ, എല്ലാവരും ഉണ്ട്. അപ്പം ഷോപ്പിൽ നൈറ്റ് ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരാൻ പറ്റി. അപ്പം ഇവർക്കൊന്നും ഡ്രസ്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാണ്ട് എന്തെടുക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണ്. അപ്പം സൺഡേ മോർണിംഗാണിത്. സൺഡേ മോർണിംഗത്തെ കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പന്തലൊക്കെ ഇടുന്നുണ്ട്. കല്യാണ ഫങ്ഷനൊന്നും അല്ല കേട്ടോ. തിങ്കളാഴ്ച മോർണിംഗ് ആണിത്. അപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഡേ ആണ്. ചെക്കിക്കുളം പോസ്റ്റ് ഓഫീസിൽ 32 വർഷമായി പോസ്റ്റ് മാസ്റ്ററായി സേവനം അനുഷ്ഠിച്ച് വരികയാണ്. അപ്പോൾ ആളുടെ ലാസ്റ്റ് ഡേ ആണിന്ന്. അപ്പം ചെറിയ രീതിയിൽ ഫങ്ഷനായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പന്തലൊക്കെ ഇട്ട് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ ആക്കി ഈവനിങ് ഒരു ഫങ്ഷൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് കലവറയിൽ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. എൻ്റെ അച്ഛനുണ്ട്, പിന്നെ ഹരിത്തേട്ടനും വിബിയേട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ ബിരിയാണി പരിപാടിയാണ്. ചിക്കനൊക്കെ നല്ല മുളകൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. പുള്ളിയാണ് ഇന്നത്തെ പരിപാടിൻ്റെ മെയിൻ ഷെഫ് എന്ന് പറയാം. അപ്പം ബിരിയാണിക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് ശരത്തേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ആക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇതാണ് പുള്ളി ചെയ്യുന്ന കാര്യം, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തിന്നാണ്. അപ്പം അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടി. കലവറയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരിടത്ത് ഓരോരോ കറിയായിട്ട് ആവുന്നുണ്ട്. ഇത് ഉച്ചക്കേക്കുള്ള ചിക്കൻ പാർട്സാണ്. അപ്പോൾ ഉച്ചക്കേക്കും കുറച്ച് ആൾക്കാർ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർക്കും ഫുഡ് ആക്കുന്നുണ്ട്. എൻ്റെ അമ്മയുണ്ട് ഇവിടെ, ശരത്തേട്ടൻ്റെ അമ്മയുണ്ട്. പരിപാടീൻ്റെ എല്ലാ ഹെൽപ്പിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ പരിപാടി വളരെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഹദ്രീൻ്റെ ഓരോ കുലിസിത പ്രവൃത്തികളാണ്. ഫോൺ വിളിക്കുന്ന പോലെ ആക്കുന്നു, എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഇവിടെ. അവൻ നല്ല ഹാപ്പിയായിരുന്നു, കാരണം കുറേ ആൾക്കാരെ കാണും, എല്ലാം നല്ല ഹാപ്പിയായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി. ഞങ്ങൾ 5 o'clockനാണ് ഫങ്ഷൻ പറഞ്ഞിരുന്നത്. അപ്പം കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി വിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും ഒക്കെ ആയിട്ട് കുറേ നമ്മുടെ ഹൈ പൊസിഷനിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മാംഗോ ജ്യൂസ് അടിച്ച്, മാങ്ങ സീസൺ ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ നല്ല വലിയ മാവുണ്ട്. അപ്പം മാങ്ങേൻ്റെ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്ത് അവരെ ഹാപ്പിയാക്കി. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കല്യാണ ഫീൽ തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒരു 250 ആൾ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പരിപാടി കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ അച്ഛന് എല്ലാവരും കൂടി ഇങ്ങനെ പൊന്നാട അറിയിപ്പിക്കുന്ന പോലെ ആക്കുന്നുണ്ട്. കൂടെ അമ്മേനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി. അവർ അച്ഛനെ ഒരു ആദരവ് കൊടുത്ത് ഇതാക്കുകയാണ്. കാരണം അച്ഛൻ എല്ലാ പ്രവർത്തനങ്ങളിലും, സംഘടനാപരമായ പ്രവർത്തനങ്ങളിലും എല്ലാം സജീവമായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അച്ഛൻ പിരിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ തന്നെ മുന്നിട്ട് എല്ലായിടത്തും എല്ലാ കാര്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ സങ്കടമുണ്ട്, ഇനി ആരാണ് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്കും അതൊരു ഭയങ്കര ഇമോഷണലായിട്ട് തോന്നി. എല്ലാവരും അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര ഹാപ്പിയായി. ഇതൊക്കെ അച്ഛൻ്റെ കൂടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന FNBO സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും അവരുടെ ഫാമിലിയും ഹയർ ഒഫീഷ്യൽസും ഒക്കെയാണ്. എല്ലാവരും ദൂരെ എന്നോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ആരും ആക്കിയില്ല. എല്ലാവരും അച്ഛനോടുള്ള ആ ബന്ധത്തിൻ്റെ പേരിൽ കുറേ പേര് ദൂരേന്ന് വരെ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും വലിയ സന്തോഷമായി കുറേ ആൾക്കാർ വന്നതിലും. പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്താൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്.
എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ആണ് പിരിഞ്ഞത്. വീട് മൊത്തം ആൾക്കാരായിരുന്നു. മൊത്തം ആൾക്കാരായിട്ട് ശരിക്കും കല്യാണ ഫീലായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ഒരു കല്യാണം നടക്കുന്ന പോലെ അതേ സെയിം വൈബായിരുന്നു. ഞങ്ങളുടെ ഏട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ഹെൽപ്പിനും. അപ്പോൾ ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ശരത്തേട്ടനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പോകാൻ നിൽക്കുകയാണ്. അവരൊക്കെ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ്. എന്നിട്ട് കൂടി ഇത്രയും ലേറ്റ് ആകുന്ന വരെ ഏകദേശം ഒരു 9:30 ആയി. നിന്നു അച്ഛൻ്റെ കൂടെ തന്നെ, എല്ലാത്തിനും ഹെൽപ്പായിട്ടും ആയാലും എല്ലാത്തിനും നിന്ന് അവർ പോകാൻ നിൽക്കുകയാണ്. ഇനി ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവക്കക്കാരൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ടയർഡാണ്. ഈ ഒരു പരിപാടീൻ്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായി. വീട് ക്ലീനിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമായിട്ടും. അപ്പോൾ ഇതോടെ കലാശക്കൊട്ട് എന്ന് പറയാം. ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് പരിപാടി, ഗിഫ്റ്റ് പൊളിക്കൽ. അച്ഛന് കുറേ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ വൈറ്റ് ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വൈറ്റ് മുണ്ട്, ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്ലോക്ക്, ഫോട്ടോ അങ്ങനെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ റാപ്പൊക്കെ പൊളിച്ച് ഞങ്ങൾ നോക്കി. നല്ല ഹാപ്പിയായിട്ട് പരിപാടി അവസാനിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം അച്ഛൻ ഇനി വിശ്രമ ജീവിതത്തിലേക്കാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഇത്തവണത്തെ ഈ പരിപാടി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനിയും അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.